ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ഞാൻ രമാദേവിയാണ്. മനസ്സിലായമ്മേ. ഗുഡ് മോർണിംഗ്. എനിക്കൊന്ന് കാണണം, ഇവിടെ വരെ വരണം, ഇപ്പൊ തന്നെ. വരാമേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. പിന്നമ്മേ, നീ ആ വെള്ളം അടുപ്പിന്ന് വാങ്ങി വെച്ചേക്ക്. അർജുൻ സാറിനെ വളച്ചെടുത്ത പോലെ അത്ര നിസ്സാരമൊന്നുമല്ല രമാദേവി മാഡം. അവരുടെ കോളും പ്രതീക്ഷിച്ച് നീ ഇരിക്കണ്ട. അവര് വിളിക്കാനൊന്നും പോണില്ല. ഇനി രമാദേവിയല്ല ഏത് ദേവി വിചാരിച്ചാലും അർജുൻ എന്നെ വിട്ടു പോവില്ല. അത് 3.5 തരം. പിന്നെ അവരെന്നെ ഫോൺ വിളിക്കുന്ന കാര്യം. രാവിലെ ഞാനും അർജുനും സംസാരിച്ചോണ്ടിരുന്നപ്പോ രമാദേവി അർജുന്റെ റൂമിലേക്ക് വന്നു. എന്തിനായിരിക്കും? അവരവരുടെ മകന്റെ മുറിയിലേക്ക് വരുന്നത് എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നാ എനിക്കറിയാം. എന്നെ കുറിച്ച് ചോദിക്കാൻ തന്നെ. അപ്പോ അർജുൻ എന്നെ പറ്റിയും എന്റെ സൽസ്വഭാവത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ രമാദേവിക്ക് എന്നെ തോന്നിക്കാണും എന്നോടൊന്ന് സംസാരിച്ചോ കൊള്ളാന്ന്. അതാ ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കുമെന്ന്. നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ സ്ഥിരം 1 2 3 ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പോ രണ്ടിലൊന്ന് അറിയാലോ? അറിയാനൊന്നുമില്ല. 1 2 3. എന്റെ പ്ലാൻ ഒന്നും തെറ്റത്തില്ല മോളെ. ഹലോ, ഞാൻ രമാദേവിയാണ്. മനസ്സിലായമ്മേ. ഗുഡ് മോർണിംഗ്. എനിക്കൊന്ന് കാണണം, ഇവിടെ വരെ വരണം, ഇപ്പൊ തന്നെ. വരാമേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. പിന്നമ്മേ. ഹലോ ഹലോ, കോള് കട്ടായി പോയല്ലോ. തിരിച്ചു വിളിക്കാം. വേണ്ട, നേരിട്ട് കാണാൻ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരിക്ക. ഓ, ഈ ഭാവി മരുമകളെ അടുത്ത് കാണാനും സംസാരിക്കാനും ഏതൊരമ്മയ്ക്കാ ആഗ്രഹം ഇല്ലാതിരിക്ക. അങ്ങനെ രമാദേവിക്ക് ഈ ഐശ്വര്യലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ, നിങ്ങളിപ്പോ എന്നോടൊപ്പം വരാതിരിക്കുന്നതാ നല്ലത്. അത് അച്ഛന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, നിവൃത്തികേട് കൊണ്ടാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ആ നരേന്ദ്രൻ ഈ വീടുമായിട്ട് ബന്ധമുണ്ട്. അയാൾ ഏത് നിമിഷവും വീണ്ടും ഇവിടേക്ക് വരും. എന്നെയോ അമ്മയോ കണ്ട അതോടെ എല്ലാം തീരും. ഇന്നലെ തന്നെ തലനാരിഴിക്കാൻ രക്ഷപ്പെട്ടത്. മോള് പറയുന്നതൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. താമസിക്കാനൊരിടമില്ലാതെ നമ്മൾ 4 പേരും കൂടെ പുറത്തിറങ്ങിയ ആ നരേന്ദ്രന്റെ മുന്നിൽ തന്നെ ചെന്ന് പെടും, അതുറപ്പാ.
പിന്നെ കുറച്ച് ദിവസം കൂടി നിങ്ങൾ ഇവിടെ കഴി. അപ്പോഴേക്കും എല്ലാത്തിനും അച്ഛനൊരു പരിഹാരം ഉണ്ടാക്കാം. അളി രാവിലെ ഈ പരിപാടിക്ക് ഇറങ്ങുമല്ലേ? വെറുതെ ഇരിക്കുമല്ലേ, അപ്പോ ഇതെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ദേഹം ഒന്ന് ഇളവല്ലോ. ഇതൊക്കെ ചെയ്യുന്നോണ്ടാ അളി എങ്ങനെ പ്രായം കുറഞ്ഞ പോലൊക്കെ ഇരിക്കുന്നേ. അളിനെ കണ്ട പറയൂ ഇത്രയും വലിയ മക്കളുടെ അച്ഛനാണെന്ന്. ഞാൻ ദാ ഇപ്പോഴേ വയസ്സായി. ഭദ്രന് എന്നോടെന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്ത് വലിയ കാര്യം? അങ്ങനെയൊന്നുമില്ല. ആ, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ചിലപ്പോ പോവും. ആന്താ പെട്ടെന്ന്? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ. ഇവിടെ നിൽക്കുന്നോറും അനസൂയക്ക് വിഷമമാ. അവക്കെന്ത് വിഷമം? അളിയെന്തോ ഒന്നും അറിയാത്ത പോലെ. അവിടെ ഇവിടേക്ക് വരുന്നത് തന്നെ അർജുനെ കാണാൻ വേണ്ടിയാ. കുഞ്ഞിനെ മുതലേ അവൻ അവൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തല്ലേ വളർത്തിയത്. എന്നിട്ടിപ്പോ അവന് വേറെ ഏതോ പെണ്ണെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവർക്ക് സഹിക്കുവോ? ഇതിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്കിന്ന് ഇരുമയ്ക്ക് ഇഷ്ടം ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നാ. ഇവിടെ ആവുമ്പോ കുഞ്ഞോളും അളിയനൊക്കെ അവളെ സ്വന്തം മോളെ പോലെ നോക്കുമല്ലോ. അതിപ്പോ അർജുൻ അനസൂയെ വിവാഹം ചെയ്തില്ലെങ്കിലും അവളെന്റെ സ്വന്തം മോളല്ലേ. അതൊക്കെ ആയിരിക്കും. എങ്കിലും എന്റെ മോള് അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ല അളിയ. അളിയൻ തന്നെ അവനോട് പറഞ്ഞു മനസ്സിലാക്കണം. അവനെ ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റണം. അളിയൻ വിചാരിച്ചത് നടക്കും, എനിക്ക് ഉറപ്പാ. സത്യം പറയാലോ ഭദ്ര, ഞാൻ വിചാരിച്ച ഇത് നടക്കില്ല. ഞാൻ എന്റെ മക്കളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാറുമില്ല, അഭിപ്രായം പറയാറുമില്ല. വിവാഹമൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. പിന്നെ ഒരാള് പറഞ്ഞാൽ നടക്കും. ഭദ്രന്റെ കുഞ്ഞോള് വിചാരിച്ചാ ചിലപ്പോ നടക്കും. അളിയനൊന്ന് ശ്രമിച്ചു നോക്ക്. തുമ്പിമോളുടെ കാര്യ ഞാൻ ആലോചിക്കുന്നേ. അവളും എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാത്തെ. ചേച്ചിയും കുറ്റപ്പെടുത്താനാവില്ല അച്ഛാ. ട്രെയിനിങ്ങിന് കയറിയിട്ടല്ലേ ഉള്ളൂ, അതും ഈ വീട്ടിലെ കമ്പനിയില്.